ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഡാലിയ കളക്ഷൻസ്. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമുക്ക് എപ്പോഴും എൻക്വയറി ഒരു ഐറ്റം തന്നെയാണ്. കാന്താവർക്കിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് വേഗം വീട്ടിലേക്ക്. നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വരുന്നത്. കാന്താവർക്ക് സാരിയാണ് വരുന്നത്. ഇതിനകത്തൊരു മൾട്ടി കളർ കോമ്പിനേഷനിലേക്ക് തന്നെ വരുന്നുണ്ട്. ഇതിനകത്ത് മെയിൻ ആയിട്ടും ഒരു ബ്ലാക്കിന്റെയും ഒരു റെഡ് കളറിന്റെയും റെഡിഷ് മെറൂൺ കളറിന്റെയും കോമ്പിനേഷനിലേക്കാണ് കേട്ടോ വരുന്നത്. ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും കൊണ്ടെങ്കിലും പറയുകയാണ് കാന്താവർക്ക് സാരി എന്ന് പറയുന്നത് ഫുള്ളായിട്ടും കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കുന്നത്. ഈ വർക്കുകൾ മുഴുവനും കൈകൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു സാരി തന്നെ 2-3 ദിവസം കൊണ്ട് തീർക്കുന്ന ആ ഒരു കൈ കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സാരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ പാറ്റേണിലും ആ ഒരു കളർ കോമ്പിനേഷനിലും എല്ലാം ചെറിയ ചെറിയ ഡിഫറൻസസ് എല്ലാ സാരീസിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ 10 സാരി എടുത്താലും 10 രീതിയിലായിരിക്കും അതിന്റെ കളർ കോമ്പിനേഷനും ചെറിയ ചെറിയ പാറ്റേണിലെല്ലാം വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അത് എത്രയ്ക്കായാലും നമുക്ക് ഒരുപോലെ കിട്ടില്ല, മെഷീൻ എംബ്രോയിഡറി അല്ലാത്തതുകൊണ്ട്. സാരി ഇതുപോലെ വരുന്നു, ബോഡിയിലേക്ക് വരുന്നു. ഇതുപോലെ പ്ലീറ്റ്സിന്റെ ആ ഒരു പ്ലീറ്റിനുള്ളിലേക്ക് പോകുന്ന ഭാഗത്ത് ഇവിടെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് അതിന്റെ മിഡിൽ പോർഷന് താഴേക്ക് ലോവർ പാർട്ടിലേക്കാണ് അതിന്റെ വർക്ക് വരുന്നത്. ഇതാണ് സാരിയുടെ ബോഡി വരുന്നത്. ചെറിയൊരു ബോർഡർ വരുന്നുണ്ട്, ഇതുപോലെ രണ്ട് സൈഡിലും ബോർഡർ കൊടുക്കുന്നുണ്ട്. മുന്താണിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഹെവി ആയിട്ട് തന്നെ, നല്ല ഹെവി ആയിട്ട് തന്നെയാണ് മുന്താണി വരുന്നത്. ഇങ്ങനെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് ബോഡി പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഇവിടെ ആ ഒരു സാരിയിൽ വരുന്ന സെയിം ബോർഡർ തന്നെ നമുക്ക് ബ്ലൗസ് പീസിന്റെ എൻഡിലും കൊടുക്കാനായിട്ട് പറ്റും. പ്രൈസ് വരുന്നത് 1100 ആണ്. നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ചിക്കു ഷെയ്ഡിലേക്കാണ്. ഇതാ ഇങ്ങനെ ഇതിനകത്തും കുറേ ഷെയ്ഡുകൾ വരുന്നുണ്ട്. ബ്ലാക്ക് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, ഗ്രീൻ വരുന്നുണ്ട്, ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീനും എല്ലാം വരുന്നുണ്ട്. എങ്ങനെയാണ് സാരി വരുന്നത്? ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ചെയ്യുന്നത് തന്നെയാണ്, എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും അതിന്റെ പാറ്റേൺ എല്ലാം. ഇതാ ഇങ്ങനെ വരുന്നു. മുന്താണി കുറച്ചുകൂടെ എപ്പോഴും ഹെവി ആയിട്ട് തിക്കായിട്ടായിരിക്കും മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്, ബോഡി പ്ലെയിൻ ആയിട്ടും. നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡ്. എല്ലാവരുടെയും ഫേവറേറ്റ് ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഒരു മൾട്ടി കളർ കോമ്പിനേഷൻ തന്നെ ഇതിനകത്തേക്കും വരുന്നുണ്ട്. ഫുള്ളായിട്ടും ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് ഇത് വരുന്നത് കേട്ടോ. കാന്താ വർക്ക് എന്ന് പറയും. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ഹെവി ആയിട്ട് തന്നെ മുന്താണി ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ്. ഇതാ ഇങ്ങനെ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒരു പിങ്കിന്റെയും ഒരു വൈറ്റ് കളറിന്റെയും കോമ്പിനേഷൻ ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ബ്ലാക്കിൽ വൈറ്റ് കളർ മാത്രം വരുന്ന സെറ്റ് സാരിയും അവൈലബിൾ ആണ് കേട്ടോ. അതിനകത്ത് വേറെ കോമ്പിനേഷൻ ഒന്നും ഉണ്ടാവില്ല, ബ്ലാക്കും വൈറ്റും മാത്രമായിരിക്കും ഉണ്ടാവുക. ഇതിനകത്ത് ഇതുപോലെ വരുന്നു, ചെറിയ ബോർഡർ വരുന്നുണ്ട്. ഹെവി ആയിട്ട് തന്നെ മുന്താണി വരുന്നുണ്ട്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡിലേക്കാണ്. എല്ലാവർക്കും നല്ല രസമുള്ളൊരു കളർ ഷെയ്ഡാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള, നമ്മൾ എപ്പോൾ ചെയ്താലും ഒരുപാട് എൻക്വയറി വരുന്നൊരു കളർ ഷെയ്ഡാണ് ഈ യെല്ലോയുടെ. മാംഗോ യെല്ലോ ആണെങ്കിലും മസ്റ്റർഡ് യെല്ലോ ആണെങ്കിലും ഒക്കെ. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ട് ബ്ലൗസ് പീസ് വരുന്നു. പ്രൈസ് വരുന്നത് 1100 ആണ്. അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് റോയൽ ബ്ലൂ ഷെയ്ഡിലേക്കാണ്. റോയൽ ബ്ലൂവിൽ നമുക്ക് ഈ പ്രാവശ്യം ഇതുപോലെ വൈറ്റ് കളർ കോമ്പിനേഷൻ മാത്രമാണ് സാരിയിൽ വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ നല്ലൊരു കളർ ഷെയ്ഡും കോമ്പിനേഷൻ ആണെങ്കിലും നന്നായിട്ടുണ്ട്. മുന്താണി വരുന്നത് ഇങ്ങനെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ട് ബ്ലൗസ് പീസ് വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഒരുപാടങ്ങ് ലൈറ്റ് പിങ്ക് അല്ല, ഈ ഒരു ടോണിലേക്ക് വരുന്നു. കുറേ ഷെയ്ഡിന്റെ കോമ്പിനേഷൻ ഇതിലും വരുന്നുണ്ട്. കുഞ്ഞു ബോർഡർ രണ്ട് സൈഡിലും. മുന്താണി വരുന്നത് ഇങ്ങനെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബോഡി പ്ലെയിൻ ആയിട്ട് വിത്ത് ബോർഡറോട് കൂടിയിട്ട് ബ്ലൗസ് പീസ് വരുന്നു. അടുത്തത് നോക്കാം. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഇലപ്പച്ച കളറില്ലേ, അതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ്. അതിലും കുറേ കളറിന്റെ കോമ്പിനേഷൻ ഇതിനകത്തേക്കും വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മുന്താണി വരുന്നത് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് മുന്താണിയിലേക്ക് വരുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. കുഞ്ഞൊരു ബോർഡർ സ്ലീവിൽ കൊടുക്കാനായിട്ട് പറ്റും. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലേക്കാണ്. ഇതാ ഇങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാ ഷെയ്ഡുകളും നല്ല 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 ഷെയ്ഡുകളാണ് വരുന്നത്. മൾട്ടി കളർ കോമ്പിനേഷൻ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് ബോർഡറോട് കൂടിയിട്ട് തന്നെ വരും. അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്ന ഒരു ഡാർക്ക് ഓറഞ്ച് കളറാണ് കേട്ടോ. നല്ല രസമുള്ള കളർ ഷെയ്ഡാണ്. അതായത് കണ്ടോ ഇങ്ങനെ വരുന്നു. കുറേ കളേഴ്സിന്റെ കോമ്പിനേഷൻ അതിലേക്കും വരുന്നുണ്ട്. ഗ്രീൻ, വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ എല്ലാം വരുന്നുണ്ട്. ഇങ്ങനെ മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ട് വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡിലേക്കാണ്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള കളറും കോമ്പിനേഷൻ വരുന്നത്. പീച്ചിന്റെയും ഒരു ഓറഞ്ച് കളർ, ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്, ബ്ലാക്ക് കളറിന്റെയും കോമ്പിനേഷനിലാണ് വരുന്നത്. ഇങ്ങനെ മുന്താണി വരുന്നത് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് തന്നെ മുന്താണി വരുന്നുണ്ട്.
ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്, വിത്ത് ബോർഡറോട് കൂടിയിട്ട് വരുന്നു, ബോഡി പ്ലെയിൻ ആയിട്ട്. അടുത്തത് നോക്കാം. ഇന്നത്തെ കന്താവർക്ക് സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റം സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിന്റെ താഴെയായിട്ട് ഒരു കോഡ് നമ്പർ ഇടുന്നുണ്ട്. എല്ലാത്തിനും DS എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ടാവും. ആ നമ്പർ ഒന്ന് വാട്സ്ആപ്പ് ചെയ്താലും മതി കേട്ടോ. പറ്റുന്നവർക്കെല്ലാം വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ചെയ്യാം. വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആയിരിക്കും. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.